ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ അധ്യക്ഷന് ഇന്ന് ഈ തലസ്ഥാന നഗരി വലിയ സ്വീകരണം നൽകുകയാണ്. അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ എന്തായി, എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ഒരു ആനന്ദമാണ്. നമ്മുടെ ഒരു ആഘോഷമായിട്ട് തന്നെ ഞങ്ങളതിനെ കരുതുകയാണ്. ഒരു സഭാ സമൂഹത്തിൻ്റെ തലവൻ ഈ തലസ്ഥാന നഗരിയിലേക്ക് വരുമ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പൗരപ്രമുഖർ, ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അതുപോലെ അഭിവന്യ ക്ലിമീസ് കാതോലിക്ക ബാബായും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അഭിവന്യ നെറ്റോ പിതാവും, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഹൃദ്യമായ ഒരു പരിപാടിയായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുക. ഈ ലൂർദ് പള്ളി എന്ന് പറയുന്നത് 1956 ശേഷം നമ്മുടെ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് കന്യാകുമാരി വരെ അജപാലന അധികാരം ലഭിച്ചപ്പോൾ നമ്മൾ ആരംഭിച്ച ദേവാലയമാണിത്. ഏതാണ്ട് 3000-ഓളം സീറോ മലബാർ കത്തോലിക്കരാണ്, 3000-ഓളം കുടുംബങ്ങളാണ് ഈ തലസ്ഥാന നഗരിയിൽ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും, അവർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ ഇവിടെയുണ്ട്. അപ്പോൾ സീറോ മലബാർ സഭയുടെ തന്നെ ഒരു പരിച്ഛേദമായിട്ട് തലസ്ഥാന നഗരിയിലെ നമ്മുടെ സഭാ സമൂഹത്തെ കാണാവുന്നതാണ്. അവരെല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് അഭിവന്യ തട്ടിൽ പിതാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അഭിവന്യ പിതാവ് ഇവിടെ ഉച്ച കഴിഞ്ഞ് അദ്ദേഹം 3 മണിക്ക് കേരള ഗവർണർ ശ്രീ ആരിഫ് ഖാനെ സന്ദർശിക്കും രാജ്ഭവനിൽ. അതിനുശേഷം 4 മണിക്ക് ഇവിടെ എത്തും. 4 മണിക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ അഭിവന്യ പിതാവിനെ സ്വീകരിക്കുന്നു. പിന്നീട് ആഘോഷമായ റംശ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം 5 മണിക്കായിരിക്കും ഇവിടുത്തെ കർമ്മങ്ങൾ, ഇവിടുത്തെ സമ്മേളനമൊക്കെ ആരംഭിക്കുക. അതിനുശേഷം അഭിവന്യ പിതാവ് ഇന്നിവിടെ തങ്ങും. നാളെ രാവിലെ 6:30 മണിക്ക് കുർബാനയും ചൊല്ലിയതിന് ശേഷമാണ് അഭിവന്യ പിതാവ് മടങ്ങുന്നത്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം പിതാവിൻ്റെ ആഗമനത്തിനായിട്ട് കാത്തിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ നമ്മൾ പള്ളിയുടെ കവാടത്തിൽ വെച്ച് സ്വീകരിച്ച് ആനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. തീർച്ചയായിട്ടും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിതാവ് ചുമതലയേറ്റിട്ട് കുറച്ച് ദിവസങ്ങളായേ ഉള്ളൂ. എങ്ങനെ കാണുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? നമുക്ക് ഇതൊരു സ്ഥാനം എന്നുള്ളതിനേക്കാളും ഒരു വലിയ ദൗത്യമാണല്ലോ. ദൗത്യ നിർവഹണത്തിന് നമുക്ക് സമയം ആവശ്യമുണ്ട്. അഭിവന്യ പിതാവ് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി എല്ലാവരെയും ശ്രവിച്ച് എല്ലാവരെയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നമ്മുടെ സഭയെ കൂടുതൽ ഐക്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമുക്ക് സീറോ മലബാർ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അങ്ങനെ കാര്യമായ ആരാധനാക്രമ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത ഒത്തിരി രൂപതകൾ നമുക്കുണ്ട്. അവിടെയെല്ലാം പിതാവ് ഇപ്പോൾ സന്ദർശിക്കുന്നുമുണ്ട്. അവിടെയെല്ലാം ദൈവജനം വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് പിതാവിനെ സ്വീകരിക്കുന്നതുമെല്ലാം. നമുക്കൊരു ആത്മീയ നേതൃത്വമാണ്, ദൈവമാണ് കൂടുതലും പ്രവർത്തിക്കുക, വ്യക്തികളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസമാണുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിലുണ്ട്. അഭിവന്യ പിതാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ അതാണ് നമ്മൾ കണ്ടത്. അതുതന്നെ തുടർന്നുമുള്ള ദിവസങ്ങളിലും അഭിവന്യ പിതാവിലൂടെ ദൈവാത്മാവ് പ്രവർത്തിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാലഘട്ടത്തിനനുസരിച്ച് സഭയ്ക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലെ സംഭാഷണങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും യോജിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തമ്പുരാൻ അഭിവന്യ തട്ടിൽ പിതാവിനെ തന്നെ കണ്ടെത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവിൻ്റെ ഒരു പുഞ്ചിരിയും അനുരഞ്ജന സമീപനമൊക്കെ സഭയ്ക്ക് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അഭിവന്യ പിതാവ് വളരെ വിശാലമായ സൗഹൃദങ്ങളുള്ള വ്യക്തിയാണ്. എല്ലാവരോടും സ്നേഹം ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിശാലമായി ശംശാബാദ് രൂപതയൊക്കെ ഇത്രയും കാര്യമായിട്ട് അദ്ദേഹം വളർത്തിയെടുത്തെങ്കിൽ അത് ബന്ധങ്ങൾ സ്ഥാപിക്കാതെ അത് നടക്കുകയില്ല. എല്ലാവരോടും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് തീർച്ചയായിട്ടും അഭിവന്യ പിതാവ് നമ്മുടെ ഈ കാലഘട്ടത്തിന് യോജിച്ച വ്യക്തിയാണ്.